ഒരു ചിരി ബമ്പർ ചിരി എന്നതിലൂടെ ജഡ്ജായി എത്തി മലയാളി പ്രേക്ഷകർ എപ്പോഴും ഏറ്റെടുക്കുന്ന ഒരു താരമാണ് മഞ്ജുപിള്ള. ഇപ്പോഴിതാ മഞ്ജുപിള്ള തൻ്റെ മകളെക്കുറിച്ചും തൻ്റെ മകളുടെ വാക്കുകളെക്കുറിച്ചുമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത്. അവൾ വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം പലരും ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്തെത്താറുണ്ട് മകൾ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ. എന്നാൽ ചില സമയം ചില കമൻറ്റുകൾ നൽകിയിട്ട് ഇവൾ ഓടിപ്പോകും. അതിന് താഴെ എന്നെയും അവളുടെ അച്ഛനെയും കുറേ പേർ പറഞ്ഞെത്തും. അത് കാണുമ്പോൾ അവൾക്കൊരു സന്തോഷം. അവൾ പറയും എൻ്റെ മനസമാധാനം പോയില്ല, പകരം എന്നെ കമൻറ്റ് ചെയ്തവരുടെ മനസമാധാനം പോയി. അത് കാണുമ്പോൾ എനിക്കൊരു സ്വസ്ഥത. ഇങ്ങനെയാണ് അവൾ പറയുന്നത്. ഇതൊരു വല്ലാത്ത ഹോബിയാണ് എന്ന് കളിതമാശകളോടെയാണ് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ദയാ സുജിത്ത് എന്ന മഞ്ജുപിള്ളയുടെയും സുജിത് വാസുദേവൻ്റെ മകൾ അനുഭവിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ആദ്യമൊക്കെ വന്ന സമയത്ത് മഞ്ജുപിള്ളയുടെ ഭംഗിയില്ലെന്നോ അല്ലെങ്കിൽ അച്ഛൻ്റെ കഴിവില്ലെന്നൊക്കെ പറഞ്ഞ് പലരും തരം താഴ്ത്തിയിരുന്നു. എന്നാൽ മോഡലിങ്ങിലൂടെയും തൻ്റെ വീഡിയോ ക്രിയേറ്റിവിറ്റിയിലൂടെയും തൻ്റെ കഴിവ് തെളിയിച്ചൊരു താരപുത്രി തന്നെയാണ് ദയാ സുജിത്ത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിമർശനങ്ങൾ ഇത്തരത്തിൽ നേരിടേണ്ടി വന്നതുകൊണ്ട് തന്നെ ഇതിനെ വളരെയധികം നിസ്സാരമായി കാണുന്ന ഒരു സ്വഭാവമാണ് ദയാ സുജിത്തിനെന്ന് പ്രേക്ഷകർക്കറിയാം. അതുകൊണ്ട് തന്നെ മഞ്ജുപിള്ള ഇത് പറഞ്ഞതിൽ ആർക്കും അത്ഭുതമില്ല. ദയ അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ ഉള്ളൂ. ദയ എന്തായാലും പറയും. നല്ല കുട്ടിയാണ്. അങ്ങനെയാണ് മഞ്ജു അവളെ വളർത്തിയിരിക്കുന്നത്. ഇടയ്ക്കൊരു വീഡിയോ പങ്കുവച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പലരും എന്നോട് എന്തെങ്കിലും പറയുമ്പോൾ തല്ലണമെന്ന് പോലും തോന്നാറുണ്ട്. എന്നാൽ അച്ഛനെയും അമ്മയും ഫേമസ് ആയതുകൊണ്ടും അവരെ പലരും പറയും എന്നുള്ളത് കൊണ്ടുമാണ് ഞാൻ മിണ്ടാതിരിക്കുന്നതെന്ന് ദയ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. നിനക്ക് പറയാനുള്ളതെങ്കിൽ പറഞ്ഞു, ചെയ്യാനുള്ളതെങ്കിൽ ചെയ്തോ. അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും ഫെയിം ഒന്നും നീ നോക്കണ്ട എന്ന് പറഞ്ഞ് മഞ്ജുപിള്ള പിന്നാലെ എത്തിയിട്ടുമുണ്ടായിരുന്നു. അതിലൂടെ തന്നെ ദയയ്ക്ക് എല്ലാ പിന്തുണയും നൽകുന്നത് മഞ്ജുവാണെന്നും അറിയാം. മഞ്ജുവും സുജിത്തും ഇപ്പോൾ വേർപിരിഞ്ഞാണ് നിൽക്കുന്നതെങ്കിലും ദയ രണ്ടുപേരുടെ അരികിലും പോകാറുണ്ട്. തിരുവനന്തപുരത്തും കൊച്ചിയിലും മാറി മാറി നിൽക്കാറുണ്ട്. അതുപോലെ ബാംഗ്ലൂരും ഇടയ്ക്ക് പോയിരുന്നു. തൻ്റെ ഷൂട്ടിൻ്റെ ഭാഗമായി പലയിടത്തേക്കും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നൊരു പെൺകുട്ടി കൂടിയാണ്. അതുപോലെ തന്നെ വീഡിയോസ് എല്ലാമായി താഴെ എത്തുമ്പോഴും പ്രേക്ഷകർ വളരെ സ്നേഹത്തോടെയാണ് ദയയെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുകയും ചെയ്യുന്നത്. ഓരോ തവണയും പ്രേക്ഷകർ വളരെ സ്നേഹത്തോടെ കേൾക്കുന്ന വാർത്തയായത് മാറുകയും ചെയ്യുന്നതിന് അതിനിഷ്ടമുള്ളത് കൊണ്ടാണ് എന്ന് തന്നെ പറയാം. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന പോലെ തന്നെയാണ് ഓരോ തവണയും പ്രേക്ഷകരുടെ പ്രീതി കൂടി ഈ താരപുത്രിക്ക് ലഭിക്കുന്നത്. എപ്പോഴും മഞ്ജുപിള്ളയുടെ മകളല്ലേ എന്ന് ചോദിച്ച് പലരും എത്താറുണ്ട്. എന്നാൽ അവർക്കൊക്കെ എന്നെ ഇഷ്ടമാകുന്നുണ്ടോ എന്ന് പോലും ഞാൻ തിരിച്ചറിയുന്നില്ല. എന്നാൽ അമ്മയുടെ അത്ര കഴിവില്ല എന്നൊക്കെ പലരും പറഞ്ഞെത്തുമ്പോഴും ഞാൻ അതിനെക്കുറിച്ച് തർക്കിക്കാറില്ല. അവർക്ക് എൻ്റെ കഴിവിനെപ്പറ്റി ഒന്നും അറിയില്ല. മഞ്ജുപിള്ള ഇത്രയും വർഷമായി ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അത്രയും കഴിവുണ്ടെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടുമില്ല. പിന്നെ എന്തിനാണ് ആളുകൾ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതെന്നും അറിയില്ല എന്നും ദയ ഇടയ്ക്ക് പറഞ്ഞിരുന്നു. എന്നാൽ എന്ത് കാര്യമുണ്ടെങ്കിലും അതിനെ വളരെ നിസ്സാരമായി കാണുന്നൊരു വ്യക്തിയാണ് ദയ. ഒന്നും ദയയെ ബാധിക്കാത്ത രീതിയിൽ തന്നെയാണ് ദയ ജീവിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സ്വഭാവം ദയ കാണിക്കുമ്പോൾ അത് മലയാളികൾക്കും ഇഷ്ടമാണെന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ. അതുകൊണ്ട് തന്നെയാണ് വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻഫ്ലുവൻസർ സ്ഥാനം ദയയ്ക്ക് പ്രേക്ഷകർ നൽകിയത്. പ്രേക്ഷകർ അതുപോലെ തന്നെ ദയയുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാമും ഒക്കെ ഏറ്റെടുക്കുകയും വീഡിയോസ് പങ്കുവയ്ക്കുന്നതിലൂടെ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഏറ്റെടുക്കുകയും ചെയ്തു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.